ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നമുക്കൊരു പുഡിംഗ് റെസിപ്പി നോക്കാം. അമൃതം പൊടി കൊണ്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ അമൃതം പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡറിന് പകരം കോൺഫ്ലവർ മാവ് 1 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം പാൽ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഒരു സൈഡ് മാറ്റി വയ്ക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം, കട്ടയില്ലാണ്ട് വരണം. അതുവരെ നിങ്ങൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആ പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മധുരത്തിന് 1/4 കപ്പ് അളവാണ് ഞാൻ പഞ്ചസാര ചേർത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത ശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ പാല് നമ്മൾ മുട്ടയിലേക്ക് ചേർത്തതും നല്ലോണം ബീറ്റ് ചെയ്യണം. നിങ്ങൾ അങ്ങനെ ചൂടോടെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുട്ട അത് കട്ടയായി പിടിച്ച് വെന്ത് വരും. അപ്പോൾ നിങ്ങൾ നല്ലോണം സ്പൂൺ കൊണ്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച അമൃതം പൊടിയും കസ്റ്റാർഡ് പൗഡറോടെ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എഗ്ഗ് ബീറ്റ് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമ്മൾ നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കട്ട പിടിക്കാണ്ട് നോക്കണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കപ്പ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡെക്കറേഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ 2 പാത്രത്തിലേക്കും ഒഴിച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഡെക്കറേഷന് വേണ്ടി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണ് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. 2 പാത്രത്തിലും ഞാൻ ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റ് മുകളിൽ ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും മുകളിൽ ഇട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതും വെച്ച് മാത്രം അങ്ങനെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബൂസ്റ്റ് ഒരു അരിപ്പിലിട്ട് ഇതേപോലെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. ഇപ്പോൾ ഇവിടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3-4 മണിക്കൂർ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക, ഫ്രീസറിൽ വെക്കരുത്. ഇപ്പോൾ ഇവിടെ ഈസി ആയിട്ടുള്ള അമൃതം പൊടി കൊണ്ടുള്ള ഒരു കസ്റ്റാർഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.